ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പോക്കറ്റിലേക്ക് ഇത് ഇവിടെ നിൽക്കുന്നോണ്ടാണല്ലോ നമുക്ക് ഈ കൺഫ്യൂഷൻ മൊത്തം വരുന്നത്. നമുക്ക് ആകെ 2 ഏസ് മാത്രമേ നമുക്ക് മൊത്തത്തിലുള്ളൂ. ഓക്കെ, ഏത് പോക്കറ്റിലാണ് ഞാൻ കാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഈ പോക്കറ്റിൽ. ഞാൻ ആ പോക്കറ്റിൽ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ആ സാധനം അവിടെ മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാനതൊന്നും കൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ 2 ഏസും ഒരു ക്വീനും ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടക്കുന്നത്? ഈ ക്വീൻ നേരെ പോക്കറ്റിൽ പോകുന്നല്ലേ ഞാൻ പറഞ്ഞു. നോക്ക് പോയി ഈ ഇരിക്കുന്ന നമുക്ക് ഏസും ക്വീനും ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇങ്ങോട്ട് വെക്കാം. ഇത് ഏതാ കാർഡ്? ഏസ് ആണ് ക്വീൻ ആണ്? ഏതായിരുന്നു? ഒരാളെങ്കിലും തെറ്റിച്ചു വന്നല്ലോ, ഒരാൾക്കെങ്കിലും വർക്കായല്ലോ സാർ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഗെയിം ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊടുന്ന എല്ലാ കാർഡും ക്വീൻ ആയാൽ മാത്രമേ നിങ്ങൾ ഈ ഗെയിമിൽ ജയിക്കൂ. അല്ലാതിൻ്റെ അകത്ത് വേറെ പോസിബിലിറ്റി ഇല്ല. തീർത്തില്ല, നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ വീട്ടിൽ പഠിച്ചിട്ടൊന്നുമില്ല, തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. സോ ഇത് എന്താ പറയുന്നത്, ദായ്വാണൻ എന്ന് പറഞ്ഞൊരു മജീഷ്യൻ ഉണ്ട്. ദായ്വാണൻ. ഇത് ആക്ച്വലി കാര്യമില്ല, ഞാൻ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് ഇയാൾ ജീവനോടുണ്ടെന്നില്ല അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാമോ? എന്നിട്ട് കഥ പറയാം. സ്റ്റോപ്പ് പറയാമോ? ഓക്കെ, സോ നമുക്കൊരു കാർഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നോർമലി ഇപ്പോൾ ഈ കാർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും കാർഡ്, ആൻഡ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കാർഡ് കാണാൻ പറ്റും. ശരിക്കും പറയുന്നത് സ്പെഷ്യൽ ഡെക്ക് ഒന്നുമല്ല, ഇതിന്റെ ബാക്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനൊന്നും പറ്റില്ല. കുറച്ച് പേർക്ക് കത്തിയില്ല, സോറി. അവിടെ സ്റ്റില്ല മീൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇത് ഫേക്ക് അടിച്ച് നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചില്ലേ, ഇപ്പം എനിക്കിഷ്ടം പോലെ 5 of diamonds ഉണ്ടാക്കും. ഓൾറെഡി നിങ്ങൾ 2 ഏസ് കണ്ടത്. ഒരു കാര്യം ചെയ്യും, ഒന്നിൻ്റെ അകത്ത് വലിയ നീട്ടി ഒരു ഡേറ്റ് എഴുതാവോ? ഡേറ്റ് വേണോ? ഡേറ്റ് ആണോ വേണ്ടത്? ഡേറ്റ് യു ക്യാൻ പുട്ട് എ ഡേറ്റ്. വലിയ നീട്ടിട്ട് വരണം എന്ന് വെച്ചാൽ കുറച്ച് ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ടാലും മനസ്സിലാവണം. ഓ അങ്ങനെ. നിന്റെ ബർത്ത്ഡേ ഡേറ്റ് എഴുതിക്കോ. അല്ലടാ, വെഡിങ് ആനിവേഴ്സറി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നത് ആരും ചോദിക്കേണ്ട. അവർക്കും കൂടെ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഇരിക്കുന്ന കാർഡ് വി ക്യാൻ സീൻ ദ സൈൻ കാർഡ്. നമ്മൾ ഈ ഇരിക്കുന്ന സൈൻ കാർഡ് ഓൾമോസ്റ്റ് ഡെക്കിന്റെ സെന്ററിൽ പോകും. മീൻസ് ഡെക്കിന്റെ സെന്ററിൽ പോയതിന് ശേഷം ഇവർ ചെയ്യുന്ന ലേറ്റ് രസമുള്ള പരിപാടി എന്ന് പറയും. അവരിങ്ങനെ പതുക്കെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഡെക്കിന്റെ അകത്ത് എവിടെ പോയത് വരും. നിൽക്കും, ഞാൻ അത് പതുക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന 2 of ഇത് കാണാൻ പറ്റും, സൈനും കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഡെക്കിന്റെ സെന്ററിൽ പോകുന്നു. ഇത് പതുക്കെ ഈ സീം ലാസ്റ്റ് സെക്കൻഡിൽ ഞാനൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സെക്കൻഡിൽ സീം ചെയ്താൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം വരും. ഇൻ കേസ് ഞാൻ പതുക്കെ ചെയ്യാം. ഈ ഇരിക്കുന്ന 2 of ഈ സാധനം അവിടെ പോകും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിലോട്ട് ഈ സാധനം പോകും. നമുക്കിത് പോകുന്നത് കാണാൻ പറ്റും. ഈ പോകുന്ന കണ്ടതിന് ശേഷം ഇപ്പം ഞാനിത് സ്നാപ്പ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങളല്ലേ സൈൻ ചെയ്തത്? ഒരു സെക്കൻഡ് ഒന്ന് സ്നാപ്പ് ചെയ്യാമോ? ഓക്കെ, അപ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഐ മീൻ എനിക്കിപ്പോൾ നിങ്ങളുടെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമോ? ഓ പിന്നെന്താ, ഇരിക്കുന്ന കാർഡ് കാണാമല്ലോ. ഞാൻ എന്താ പതുക്കെ ഇങ്ങനെ എടുക്കുന്നു, നേരെ ഇല്ല അത് തന്നെയാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് സൈനും കൂടെ ഇടാമോ? കാര്യം ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ശരിയല്ലല്ലോ. മീൻസ് എനിക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റും സൈനും ഒക്കെ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇരിക്കുന്ന കാർഡ് കാണാനും പറ്റും. ആൻഡ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വെക്കുന്ന കാണിച്ചു തരാം. അതാകുമ്പോഴത്തേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. സൈൻ കാർഡ് ഇത് അവിടെ ഇരിപ്പുണ്ട്, ഇരിക്കുന്ന കാർഡ് കാണുന്നുണ്ട്. സോ വൺസ് ഇത് ഡെക്കിനോട് ഇതിനെക്കാട്ടിയും പതുക്കെ ഈ ട്രിക്ക് ചെയ്യാൻ പറ്റും. ഇത് സെൻറ്ററിലായില്ല, ഞാൻ കുറച്ചും കൂടെ സെൻറ്ററിലാക്കാം. പക്ഷേ ഇതിപ്പം ഓൾമോസ്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിലല്ലേ. നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഈശ്വര ഈ തവണ ഇത് വർക്കായി കഴിഞ്ഞാൽ ഞാനായിരിക്കും സ്നാപ്പി. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒന്ന്, നമ്മൾ ഈ ഇരിക്കുന്ന കാർഡ് നമ്മൾ ത്രൂ ഔട്ട് കാണുന്നുണ്ട്, ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഇരിക്കുന്ന എല്ലാ കാർഡും നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയുണ്ട് എന്താ നടക്കുന്നതെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 5 of hearts എടുത്തത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, നമ്മൾ റാൻഡമായിട്ട് എടുത്തല്ലേ. നമുക്ക് ഈ ഇരിക്കുന്ന കാർഡ് ഫോർ എക്സാമ്പിൾ ഈ പേന ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഏത് കാർഡും എടുക്കാം. പക്ഷേ ഞാൻ ത്രൂ ഔട്ട് നിങ്ങൾക്ക് മാജിക് കാണിച്ചപ്പോൾ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ ഇതുവരെ ഇതൊരു ഇല്യൂഷൻ പോലെ പോകുന്നത്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാർഡ് ആക്ച്വലി ഫ്രം നോർമലി നമ്മൾ കാർഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കും. ബ്രോ ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ കാർഡും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആകെ ഉള്ള 5 of hearts മാത്രമല്ല. അപ്പോൾ ഈ കാണുന്നവർക്ക് എന്ത് തോന്നും? അവർ വിചാരിക്കും ഇഷ്ടം പോലെ 5 of hearts ഡേറ്റും കൊണ്ടാണ് ഞാൻ വന്നതെന്ന്. സത്യം പറഞ്ഞു, നീ ഏലിയനല്ലേ? എല്ലാ കാർഡും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ലേ? അതിൻ്റെ അകത്ത് ആകെ ഒരു കാർഡ് മാത്രമാണ് മീൻസ് അത് നമ്മൾ രണ്ടാമത്തെ തവണ സൈൻ ചെയ്തു. നമ്മൾ ആദ്യം ഡേറ്റ് ഇട്ടു, സൈൻ ചെയ്തു. അപ്പം ഈ ഓഡിയൻസിന് പൊതുവെ എന്താ സംശയം തോന്നുന്നു അറിയാമോ? ഈ പുള്ളിക്കാരൻ്റെ എല്ലാ കാർഡും 5 of hearts ആണ്. ഇഷ്ടം പോലെ കാർഡും കൊണ്ട് ഡേറ്റ് മാത്രമേ പുള്ളിക്കാരെ എഴുതിപ്പിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എല്ലാ കാർഡിലും ആകാതെ മാത്രമല്ല. പക്ഷേ അതും ഒരു ഇല്യൂഷനാണ്. കാരണം എന്താണെന്നറിയാമോ? ആ ഇരിക്കുന്ന ഒരൊറ്റ കാർഡ്, ദാറ്റ് കാർഡ് ഇസ് നോ മോർ. സോ മൈ നെയിം ഇസ് ആകാശ് അശോകൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ആധാർ കാർഡ് വല്ലതും ഉണ്ടോ തെളിയിക്കാൻ നിങ്ങൾ ഒറിജിനൽ ആണെന്നുള്ളത്?
ചേട്ടൻ ഇത് വീട്ടിൽ പോകുമ്പോ ഇതില് ലെറ്റേഴ്സ് ഒക്കെ വരുമോ? ഈ കാർഡ് വൈറ്റ് അല്ലേ, ഇതിന്റെ ബാക്കിൽ റെഡ്. ഓ വലിയ കാര്യം. ഇത് വൈറ്റ് അല്ലേ, ദാ, ദാ, ദാ. അതിന്റെ ബാക്കിലും വൈറ്റ്. ഒരു കാര്യം പറയാം, ദിസ് ഇസ് ഇൻസെയിൻ പെർഫോമൻസ് ആൻഡ് വൺ തിങ് ഐ എം ഷുവർ, ഒരു തവണ ചെയ്തിട്ട് അത് മാറ്റി വിടുക അല്ല ചെയ്യുന്നത്. നമുക്ക് thoroughly 2, 3, 4 തവണ കാണിച്ച് അതിൽ എങ്ങനെയെന്നുള്ളൊരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ നമ്മളെ മുൻനിരയിൽ നിർത്തുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. സൂപ്പർ.